ആഷിഖ്, മാസപ്പടി കേസിൽ കഴിഞ്ഞ കുറെ നാളുകളായി പ്രതിസ്ഥാനത്തുള്ള പ്രതിക്കൂട്ടിലുള്ള ഒരു പേരെന്ന് പറയുന്നത് വീണ തൈക്കണ്ടിയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയെന്നുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ വ്യക്തമായ പിക്ചറിൽ പേരില്ലാത്ത ഒരാൾ കൂടി ഈ കുടുംബത്തിലുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടോ എന്ന് പലരും ചർച്ച ചെയ്തില്ല എന്ന് നമുക്ക് സംശയം തോന്നും. എന്നാലും പല ഘട്ടത്തിലും അദ്ദേഹത്തിനും പങ്കുണ്ടാവുമെന്ന് നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് PA മുഹമ്മദ് റിയാസ്. നമ്മുടെ മുൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. വീണ തൈക്കണ്ടിയുടെ ഭർത്താവും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 2.78 കോടി രൂപ കിട്ടിയതിൽ നിന്ന് വീതം കിട്ടിയിട്ടുണ്ടോ, ആ പണം അദ്ദേഹത്തിന്റെ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് ഒഴുകിയിട്ടുണ്ടോ എന്ന് ED അന്വേഷിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രതിക്കൂട്ടിലേക്ക് കയറാൻ പോകുന്ന ചെസ് നമ്പർ 3 ആയി മുഹമ്മദ് റിയാസ് മാറുകയാണോ? അതായത് നമ്മുടെ ഈ മാസപ്പടി കേസ് നടക്കുന്ന ആ ഒരു കാലയളവ് എന്ന് പറയുമ്പോൾ 2019 to 2020 22 ആ കാലയളവാണ്. ആ ഒരു സമയത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. 2020 വീണ വിജയനും റിയാസും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം ജൂണിൽ മറ്റുമാണ് അവരുടെ വിവാഹം കഴിഞ്ഞത് 2020. ഇപ്പോൾ അതിനുശേഷവും ഇതുപോലെ ഈ ഒരു അനധികൃതമായി പണം ചെയ്യാത്ത സേവനത്തിന് വീണ ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു തുക ഏതൊക്കെ അക്കൗണ്ട് വഴി പോകും എന്ന EDയുടെ സംശയമാണ് ഈ റിയാസിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നത്. വീണ ആ ഒരു സമയത്ത് സാധാരണ ഒരു സ്ത്രീയല്ലോ, കേരള മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. കൂടാതെ ആ ഒരു പൊതുമരാമത്ത് മന്ത്രിയുടെ അല്ലെങ്കിൽ MLAയുടെ അല്ലെങ്കിൽ 2021 അദ്ദേഹത്തിന് മന്ത്രി പദവി കിട്ടുന്നത് തന്നെ. അപ്പോൾ ഈ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് വെച്ച് ഇത്ര കാലഘട്ടം എന്തെല്ലാം ചെയ്തു എന്നതിലൊരു വിപുലമായുള്ള ഒരു അന്വേഷണത്തിനാണ് ED ഒരുങ്ങുന്നത്. ഒരുപക്ഷെ EDയെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത ഏതെങ്കിലും വഴി ഇവരിൽ നിന്ന് എത്തിയേക്കാം. പക്ഷെ ശരിക്കുള്ള ഒരു ഡയറക്ഷനിലേക്ക് അന്വേഷണം വന്നാൽ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെസ് നമ്പർ 3 ആയി റിയാസും ഉടനെ ഈ ഒരു പ്രതിപ്പട്ടികയിലേക്ക് ഇൻവോൾവ് ആവും. പക്ഷെ ഇതിന്റെ മറ്റൊരു സൈഡ് ഉണ്ടല്ലോ. ഇപ്പോൾ വീണയുടെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നു, വീണയുടെ ഭർത്താവ് മന്ത്രിയായിരുന്നു എന്നുള്ള ആസ്പെക്റ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇതൊന്ന് തിരിച്ച് ചിന്തിച്ചാലോ? ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യയെ ഒരു പപ്പറ്റായി യൂസ് ചെയ്ത്, ബിനാമിയായി യൂസ് ചെയ്ത് അവർ തന്നെയാണോ ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ള സംശയവും ഇതിന്റെ പിന്നിലുണ്ട്. എന്ന് തന്നെയായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യഘട്ടത്തിൽ ഒരു 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നത്തിനെയാണ് മുൻ മുഖ്യമന്ത്രിയും മന്ത്രിയും വീഴുന്ന വലിയ കുഴിയാക്കി മാറ്റിയിരിക്കുന്നത്. ശരിക്കും എന്തിനാണ് ഈ CMRL ഇവർക്ക് ഈ പണം നൽകിയത്? എന്ത് സേവനമാണ് കൊടുത്തത് എന്നൊരൊറ്റ ചോദ്യത്തിൽ തീരാവുന്ന ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തീർന്നിട്ടില്ല. ED റെയ്ഡ് നടക്കുന്നു, അതിനെ തുടർന്ന് വലിയ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച കാര്യമാണ്. ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഈ പറഞ്ഞ കുട്ടി സഖാക്കന്മാർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. സംഘം ചേർന്ന് മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്നതിനായി ആക്രമിച്ചു എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ജാമ്യം കൊടുത്താൽ ഇതൊരു വളരെ നിസ്സാര കുറ്റമായ ആൾക്കാർക്ക് തോന്നും. അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സഖാക്കളുടെ ഭാവി നശിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും സഖാക്കൾ അവരുടെ ഭാവി എന്തിനു കളഞ്ഞു? ഒരു വ്യക്തിക്ക് അഴിമതി ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് അഴിമതി ചെയ്യാനോ, ഒരു പൊതുമരാമത്ത് മന്ത്രിക്ക് അഴിമതി ചെയ്യാനാണോ എന്നുള്ള ചോദ്യവും കൂടെ ഇവിടെ വരികയാണ്. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുക. എനിക്കൊന്ന് ഇപ്പോൾ കൃത്യമായ ഗതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളിൽ ഒരു മെല്ലെപ്പോക്കുണ്ടായിരുന്നു, ഒരു ഒച്ചിഴയുന്ന സമീപനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഈ കേസിൽ ഒരു മെല്ലെപ്പോക്കുണ്ടായിരുന്നു, ഒച്ചിഴയുന്ന പോലെ പൊക്കൊണ്ടിരുന്ന ഒരു കേസ്. ഇപ്പോൾ അന്ന് റെയ്ഡ് നടന്ന സമയത്ത് നമ്മൾ ഡീപ്പായിട്ട് സംസാരിച്ചിരുന്ന പലരോടും ചോദിക്കുമ്പോൾ അറിയുന്നത് വീണ തൈക്കണ്ടി കുടുങ്ങാനുള്ള സാധ്യത അടുത്ത ദിവസങ്ങളിൽ കൂടുതലാണ് എന്നൊക്കെയാണ്. അപ്പോൾ മൂന്നാമത് ചോദ്യം ചെയ്യൽ നടക്കുന്നു, വലിയ രീതിയിലുള്ള അന്വേഷണ പുരോഗമനം നടക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ റിയാസിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതൊരു വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും
ഓഫേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പണം വന്നത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കട്ടെ, എത്തേണ്ടവരിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇപ്പം മേഘ പറഞ്ഞ ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതായത് വീണ എന്നൊരു വ്യക്തിയെ മുൻനിർത്തി ഈ ഒരു സാധാരണ ഈ ഷെൽ കമ്പനിയില്ല, അതായത് ഈ പൊള്ളയായ കമ്പനിയിലൂടെ അനധികൃത ഇടപാടുകൾക്ക് വേണ്ടി ഈ ഒരു മുൻ മുഖ്യമന്ത്രി ചെയ്തു വെച്ച ഒരു ഡീലാണോ ഈ മാസപ്പടി എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യം ചെയ്യലിൽ ഇതുപോലെ വ്യക്തമായ ഒരു ഉത്തരം നൽകിയിരുന്നില്ല. ഒരു പക്ഷേ അന്ന് ആ റെയ്ഡിന് സമീപിച്ചിരുന്നല്ലോ ED ഉദ്യോഗസ്ഥർ. അന്ന് റെയ്ഡ് നടത്തിയ ദിവസം ഈ സാമ്പത്തിക ഇടപാട്, അതുമാത്രമല്ല ഇവർ ചെയ്തു കൊടുത്ത സേവനങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണ നൽകിയിരുന്നെങ്കിൽ ഇത്രയേറെ ഒരു ഡീപ്പായിട്ട് ED ഇതിനെ ഈ ഒരു കേസിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുകയില്ലായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ പ്രമുഖ ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന എല്ലാവിധ ഈ ഇടത് സഹയാത്രികരുണ്ടല്ലോ, അവരെല്ലാം പറയുന്നത് ഈ എക്സൽ, ടാലി, അതുപോലെയുള്ള MS ഓഫീസ് പോലുള്ള സേവനങ്ങൾ ഈ ഒരു എക്സാലോജിക് അല്ലെങ്കിൽ CMRL വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സേവനങ്ങളാണ് ഈ ഒരു 2.78 കോടി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ വീണ എന്ത് സേവനം ചെയ്തു എന്ന് ഉറച്ചു പറയാത്തിടത്തോളം കാലം ഇതിൻ്റെ പിന്നിലെ ദുരൂഹത ചുരുളഴിയാതെ തുടരുകയാണ്. അതെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. കേസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴും പാർട്ടിയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയോ ഇതിന് നൽകുന്ന ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ രസകരമായിട്ടാണ്. അവരതിനെ രാഷ്ട്രീയ ആയുധമായിട്ട് പലരും യൂസ് ചെയ്യുന്നു എന്നാണ് അതിനെതിരെ സംസാരിക്കുന്നത്. ഇത് രാഷ്ട്രീയ ആയുധം മാത്രമാണ്, ഇതിനെതിരെ ഒന്നും ഇതിൽ കഴമ്പില്ല, കേസിൽ കഴമ്പില്ല. ഈ പറഞ്ഞ കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് വീണയുടെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണെന്നും 1 ലക്ഷം രൂപ ആദ്യം മുടക്കുമുതൽ മാത്രം കൊണ്ടാണ് ഇത് ആരംഭിച്ചത് അങ്ങനെ പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വീട്ടിലും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും വീണ തൈക്കണ്ടി താമസിച്ചിരുന്ന എല്ലാ വീടുകളിലും പരിശോധന കൃത്യമായി നടത്തിയിട്ടുണ്ട്. എന്നാലും കൃത്യമായ രേഖകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആ രേഖകൾ കണ്ടെത്താൻ സാധിക്കാത്തത്? കഴിഞ്ഞ ഇത്രയും ദിവസത്തെ കാലയളവ് ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു കേസാണെങ്കിൽ പോലും ഇത്രയും മാസത്തെ ഡിലേ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റകൃത്യം ചെയ്ത അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തികൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തെളിവുകൾ മറ്റൊരു സ്ഥലത്തേക്ക്, സംശയം തോന്നാത്തൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള സാധ്യത എന്ന് പറയുന്നത് വലുതായിരുന്നു. അവിടെയാണ് നമ്മൾ സംശയിക്കുന്ന മുഖ്യമന്ത്രി BJP നേതാക്കളെ, കേന്ദ്ര BJP നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. എന്തിനാണ് സ്വകാര്യ കൂടിക്കാഴ്ചകൾ നടത്തിയത്? കേന്ദ്രമന്ത്രിയുടെ സ്വകാര്യ വസതിയിൽ പോയി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നുണ്ട്. അതുപോലുള്ള ഇപ്പോൾ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ടും കേന്ദ്രത്തിൽ BJP വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കൈകോർക്കുന്നതോടുകൂടി കേന്ദ്രത്തിൽ BJP-യിൽ നിന്ന് ആനുകൂല്യം ലഭിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് ഈ പറഞ്ഞതുപോലെ കരിമണൽ ഖനന കമ്പനിക്ക് പ്രിവിലേജുകൾ നൽകിക്കൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ വീണ തൈക്കണ്ടി നേടിയെടുക്കും, ഇതെല്ലാം കുഴിച്ചുമൂടാൻ മുൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നാണ് നമുക്കിത് മനസ്സിലാക്കുക. ഇത് സ്വാഭാവികമായ സംശയമല്ല. അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിക്കോ മകൾക്കോ, ഇപ്പോൾ മുൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന, ഇപ്പോൾ MLA ആയിരിക്കുന്ന PM മുഹമ്മദ് റിയാസിനോ കഴിയണം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഏതൊരു ആരോപണം, ഒരു ലൈംഗിക ആരോപണം, ഒരു അഴിമതി ആരോപണം, എന്ത് തരത്തിലുള്ള ആരോപണം വന്നാലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളത്. ഒന്നുകിൽ തെറ്റുകാരാണെന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ അവർ മുന്നിൽ നിന്നുകൊണ്ട് എനിക്കിതിൽ തെറ്റില്ല എന്ന് ഡിഫെൻഡ് ചെയ്ത് അത് സ്ഥാപിക്കാൻ കഴിയുക. ഇത് ഇത്രയും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും പൊതുജനവും ഇവരെ സംശയിക്കുന്നതിൽ എന്ത് തെറ്റാണ് പറയാൻ കഴിയുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ 5 വർഷം മുമ്പ്, അതായത് LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് അന്നത്തെ സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് നൽകി എന്ന ഒരു സ്ട്രോങ് ഉറപ്പിന്മേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപക്ഷെ ഇടതുപക്ഷവും, ഈ പിണറായി വിജയനായാലും അല്ലെങ്കിൽ മകൾ വീണയായാലും. പക്ഷേ പെട്ടെന്നാണ് ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിത്രം അങ്ങ് മാറി മറിയുന്നത്. 2026-ൽ ഇതുപോലെ LDF ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിൽ നിലംപൊത്തുന്നു. അവർക്കെതിരെയുള്ള പല കേസുകളും അവർക്കെതിരായി തന്നെ തിരിച്ചടിക്കുന്നു. ഇപ്പോൾ കരുവന്നൂർ ആയാലും അല്ലെങ്കിൽ ആലപ്പുഴയിലെ നവകേരള മർദ്ദനമാവട്ടെ, കാഫർ സ്ക്രീൻഷോട്ടാവട്ടെ, ഇതെല്ലാം ഇവർക്കെതിരെ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ഇവർ ചെയ്തതിനേക്കാൾ
കൂടുതൽ വ്യാപ്തിയോടെ തിരിച്ചടിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇതുപോലെ ആ ഒരു CPM അല്ലെങ്കിൽ CPM നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ മകളായ ഈ ഒരു വീണയ്ക്കെതിരായുള്ള ഒരു അനധികൃത സ്വത്ത് സമ്പാദനമോ അല്ലെങ്കിൽ മാസപ്പടി കേസോ തലപൊക്കുന്നത്. അപ്പോൾ തീർച്ചയായും CPM പോലെയുള്ള ഒരു കേരളത്തിലെ പ്രമുഖ കേഡർ പാർട്ടി ഏറ്റവും പ്രതിസന്ധിയിലാവുന്ന സാഹചര്യമാണിപ്പോൾ.